പ്രവേശിക പാഠ്യപുസ്തക 1-ലെ ആധുനിക പദ്യത്തിൽ മൈഥിലി ചരൺഗുപ്ത് എഴുതിയ യശോധരാ കാ വിലാപ് എന്ന കവിതയുടെ സാരാംശമാണ് പറയുന്നത്. ആദ്യം കവിപരിചയം. 1886 ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലെ ചിർഗാവ് എന്നു പേരായ ഗ്രാമത്തിലാണ് മൈഥിലി ചരൺഗുപ്ത് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈഷ്ണവ ഭക്തനും ബ്രജഭാഷാ പണ്ഡിതനും കവിയും ആയിരുന്നു. മൈഥിലി ചരൺഗുപ്തിന് കവിത എഴുതാനുള്ള പ്രോത്സാഹനവും തൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഖടിബോലി കവിതാരംഗത്തേക്ക് മൈഥിലി ചരൺഗുപ്തിനെ കൊണ്ടുവന്നതിനുള്ള ശ്രേയസ് മഹാവീർ പ്രസാദ് ദ്വിവേദിക്കുള്ളതാണ്. രാഷ്ട്രകവി എന്ന പേരിലാണ് മൈഥിലി ചരൺഗുപ്ത് അറിയപ്പെടുന്നത്. തൻ്റെ രചനകളിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ഭാരതത്തിൻ്റെ ജനമനസ്സുകളെ ഉണർത്താൻ അദ്ദേഹം പ്രയത്നിച്ചു. ഭാരത് ഭാരതി എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവനയുടെ മൂർത്തരൂപമാണ്. അതായത് ദേശസ്നേഹത്തിൻ്റെ മൂർത്തരൂപമാണ് അദ്ദേഹത്തിൻ്റെ ഭാരത് ഭാരതി എന്ന ഗ്രന്ഥം. സാകേത് എന്നുപേരായ ഒരു മഹാകാവ്യം അദ്ദേഹം ഖടിബോലിയിൽ എഴുതി. ഇത് ഹിന്ദി സാഹിത്യത്തിലെ അനുപമമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. സാകേത് എന്ന ഗ്രന്ഥത്തിന് മംഗല പ്രസാദ് പാരിതോഷികവും അതുപോലെ ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാരവും ലഭിച്ചു. യശോധരാ കാ വിലാപ് കവിതയുടെ സാരാംശം. മൈഥിലി ചരൺഗുപ്ത രാഷ്ട്രകവി കെ നാം സെ പ്രസിദ്ധ ഹെ. മൈഥിലി ചരൺഗുപ്ത രാഷ്ട്രകവി എന്ന പേരിൽ പ്രസിദ്ധനാണ്. അതായത് രാഷ്ട്രകവി എന്ന പേരിലാണ് മൈഥിലി ചരൺഗുപ്ത് അറിയപ്പെടുന്നത്. ആപ്പിനെ സുപ്ത ഭാരത് കോ ജാഗൃത് കർണേ കാ സഫൽ പ്രയത്ന കിയ. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ഭാരതത്തിൻ്റെ ജനമനസ്സുകളെ ഉണർത്തുന്നതിന് വേണ്ടി സഫലമായി പ്രയത്നിച്ചു. അതായത് അവരിൽ ദേശസ്നേഹം, ദേശഭക്തി നിറയ്ക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. यशोधरा का विलाप शीर्षक यह कविता राष्ट्रकवि मैथिली चरण गुप्ता जी के खंडकाव्य यशोधरा का एक अंश है. യശോധരാ കാ വിലാപ് എന്നു പേരായ ഈ കവിത രാഷ്ട്രകവി മൈഥിലി ചരൺഗുപ്തിൻ്റെ ഖണ്ഡകാവ്യമായ യശോധരയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഗൗതം ബുദ്ധ കി പത്നി കാ നാം യശോധര ഹെ. ഗൗതം ബുദ്ധൻ്റെ ഭാര്യയുടെ പേര് യശോധര എന്നാണ്. ഗൗതം ബുദ്ധ ജീവൻ കാ അർത്ഥ സമझने के लिए घर പരിവാർ രാജ്യ ആദി ചോടുകർ ചലേ ഗയെ. ഗൗതം ബുദ്ധൻ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി വീടും കുടുംബവും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി. ഈ അവസരത്തിൽ യശോധര തൻ്റെ സഖിയോട് പറയുന്നതാണ് ഈ കവിത. जीवन की वास्तविकता एवं सिद्धि हासिल करने के लिए मेरे स्वामी घर छोड़कर गए हैं. ജീവിതത്തിൻ്റെ വാസ്തവികത എന്തെന്നറിയുന്നതിനും സിദ്ധി പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ സ്വാമി വീടുപേക്ഷിച്ച് പോയത്. യഹ് മേരെ ലിയെ ഗൗരവ് കി ബാത്ത് ഹെ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. फिर भी वे क्यों रात के समय मुझसे कहे बिना गए. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് രാത്രിയിൽ എന്നോട് പറയാതെ പോയത്? അതായത് ആരോടും പറയാതെ ഒളിച്ചാണ് ഗൗതം ബുദ്ധൻ തപസ്സിന് വേണ്ടി പോയത്. അതായത് അദ്ദേഹം സിദ്ധി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പോയി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വാസ്തവികത മനസ്സിലാക്കുന്നതിന് വേണ്ടി പോയി എന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണെന്നാണ് യശോധര പറയുന്നത്. എന്നിട്ടും അദ്ദേഹം യശോധരയോട് പറയാതെയാണ് പോയത്. യഹി മേരയിലെ ബഹുത്ത് ദുഃഖ് ദേത്താ ഹെ. അതായത് തന്നോട് പറയാതെ ഗൗതം ബുദ്ധൻ പോയി എന്ന കാര്യം യശോധരയെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നു. ക്യാ ഉനോനെ സോച്ചാക്കി മുझसे कहने पर मैं उन्हें जाने न देती. അതായത് തന്നോട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ പോവാൻ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചോ. ക്യാ ഉനോനെ മുझे अपने पथ का बाधा समझा. താൻ അദ്ദേഹത്തിൻ്റെ വഴിയിലെ ഒരു തടസ്സമാണെന്ന് അദ്ദേഹം കരുതിയോ. വൈസെ മേരെ പതി മുझे बहुत मानते थे फिर भी मुझे उन्होंने संपूर्ण रूप में नहीं पहचाना. അതായത് എൻ്റെ ഭർത്താവ് എന്നെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു, എന്നിരുന്നാലും അദ്ദേഹം എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയില്ലേ. വേ ജിസ് ബാത്ത് കോ പ്രമുഖ മാനത്തെ थे उसी को मैं भी मानती थी. അദ്ദേഹം ഏതൊരു കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഞാനും അംഗീകരിച്ചിരുന്നു. ഫിർഫി വേ മുझसे കഹേ ബിന ചലേ ഗയെ. എന്നിട്ടും അദ്ദേഹം എന്നോട് പറയാതെ പോയി. ഹേ സഖി അഗർ വേ മുझसे കഹ്കർ ജാത്തെ തോ കിതന അച്ഛാ ലഗ്ത. അല്ലയോ സഖി, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
യശോധര ആകെ कहती है. യശോധര വീണ്ടും തൻ്റെ സഖിയോട് പറയുന്നു. हम क्षेत्राणी है. क्षत्रिय नारी अपने पति को युद्ध क्षेत्र में भेजते समय स्वयं को सुसज्जित करके संतोष के साथ पति के प्राण को दाव में रखकर भेजती है. യശോധര വീണ്ടും തൻ്റെ സഖിയോട് പറയുന്നു, നമ്മൾ ക്ഷത്രിയ സ്ത്രീകളാണ്, ക്ഷത്രാണികളാണ്. ഒരു ക്ഷത്രിയ സ്ത്രീ തൻ്റെ ഭർത്താവിനെ യുദ്ധരംഗത്തേക്ക് അയക്കുമ്പോൾ സ്വയം സുസജ്ജിതമാക്കി സന്തോഷത്തോടു കൂടിയാണ് അയക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് സന്തോഷത്തോടെ യുദ്ധത്തിന് അയക്കുന്നത്. अगर वे मुझसे कहकर जाते तो मुझे कितना आनंद मिलता था. അഥവാ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം ആനന്ദം ലഭിക്കുമായിരുന്നു. ലേക്കിൻ ഹേ സഖി വേ മുझसे കഹേ ബിനാ ഹി ചലേ ഗയേ. എന്നാൽ സഖി, അദ്ദേഹം എന്നോട് പറയാതെ തന്നെയാണ് പോയത്, അല്ലെങ്കിൽ എന്നോട് പറയാതെയാണ് പോയത്. അപ്പിനെ ഭാഗ്യക്കെ ബാരമേ कहती है. പിന്നീട് യശോധര തൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നു. മേരി ഭാഗ്യമേ ഏ സബ് ലിഖാ നഹി ഹേ. അതായത് പോകുമ്പോൾ ഭർത്താവ് തന്നോട് പറഞ്ഞിട്ട് പോവുക എന്ന ആ ഒരു ഭാഗ്യം അതെൻ്റെ ഭാഗ്യത്തിൽ എഴുതിയിട്ടില്ല. മേ അഭാഗ്യൻ ഹും. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. അപ്പോൾ മൈ കിസ് ബാത്ത് പർ അപ്പനേക്കോ ഗൗരവാന്വിതമാനും. ഇനിയും ഞാൻ എന്ത് കാര്യം ഓർത്തിട്ടാണ് ഞാൻ സ്വയം അഭിമാനിക്കേണ്ടത്. മേരെ പതിനെ മേരെ സാത്ത് വിവാഹ രചാക്കർ മുझे പഹലെ സ്വീകാർ കിയ. എൻ്റെ ഭർത്താവ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം എന്നെ സ്വീകരിച്ചു. ലേക്കിൻ അബു മുझे ചോടുകർ ചലേ ഗയേ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയി. മേരെ പാസ് അബു ഉൻകാ സ്മരൺ മാത്ര ബച്ചാ ഹെ. ഇപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹേ സഖി വേ മുझसे एक बार कहकर जाते तो कितना अच्छा लगता. അല്ലയോ സഖി, അദ്ദേഹം ഒരു തവണ എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യശോധര ആകെ कहती है. വീണ്ടും യശോധര പറയുന്നു. മേരി ആഖേം ഉൻകോ കരുണാഹീൻ कहती है लेकिन उनके लिए आंसू बहाती है. എൻ്റെ കണ്ണുകൾ പറയുന്നു അദ്ദേഹം കരുണാഹീനനാണ്, എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നു. മേരാ ഹൃദയ ഇസ് വേദനാക്കോ സഹി നഹി പാത്താ ഹേ. എൻ്റെ ഹൃദയത്തിന് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അതായത് ഗൗതം ബുദ്ധൻ തന്നോട് പറയാതെ പോയി എന്ന ഈ ഒരു വേദന. മേരെ ഈസ് ഹാലത്തുക്കോ ദേഖുകർ വഹ് തരസ് ഖാത്താ ഹേ. എൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. ഹേ സഖി മേരെ പതി മുझसे एक बार कहकर जाते तो कितना अच्छा लगता. അല്ലയോ സഖി, അദ്ദേഹം എന്നോട് ഒരു തവണ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആഖിർ യശോധര कहती है. യശോധര വീണ്ടും പറയുന്നു. ടീക്ക് ഹേ വേ ജാക്കർ സിദ്ധി പ്രാപ്ത് കരെ. ശരി, അദ്ദേഹം പോയി സിദ്ധി പ്രാപ്തമാക്കട്ടെ. ഹം ലോകോങ്കെ ദുഃഖ് ഉന്നെ കിസി പ്രകാർ ഭി ദുഃഖീന കരെ. ഞങ്ങളെക്കുറിച്ചുള്ള ദുഃഖം അദ്ദേഹത്തെ ഒരിക്കലും ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇസ്കെ അലാവ മൈ ക്യാ കഹ സക്തി ഹും. ഇതല്ലാതെ ഞാൻ എന്ത് പറയാനാണ്. കിസ്കെ പാസ് ജാക്കർ അപ്പന ദുഃഖ പ്രകട കർ സക്തി ഹും. ഞാൻ ആരുടെ അടുത്ത് പോയിട്ടാണ് എൻ്റെ ദുഃഖം പ്രകടമാക്കുന്നത്. ലേക്കിൻ സഖി സിർഫ് ഏക് ബാർ വേ മുझसे कहकर जाते तो कितना अच्छा लगता. എന്നാൽ സഖി, ഒരു തവണ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എനിക്ക് എത്ര സന്തോഷം തരുമായിരുന്നു. അന്ത്മേ വഹ് അപ്പനെ ആപ്കോ യഹ് कहकर ആശ്വാസൻ देती है कि वे जब वापस आएंगे तब जरूर कुछ अपूर्व अनुपम चीज लेकर आएंगे. അവസാനം യശോധര സ്വയം തന്നെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹം എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അപ്പോൾ അപൂർവമായ ചില അനുഭവങ്ങൾ തീർച്ചയായും കൊണ്ടുവരും. മേരെ പ്രാൺ ഉസേ പാക്കർ ആഹ്ലാദിത് ഹോങ്കെ. ഞാൻ തീർച്ചയായും ആ അനുഭവത്തിൽ നേടുമ്പോൾ ഞാൻ ആഹ്ലാദിക്കും. जो भी हो अगर मुझसे कहकर जाते तो मैं बहुत आनंदित हो जाते. അതെന്തുമാകട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. यशोधरा का विचार है कि पति के मन में उसके प्रति आत्मीयता की भावना नहीं, इसलिए वे उनसे कहे बिना चले गए. യശോധരയുടെ അഭിപ്രായത്തിൽ ഭർത്താവിന് തന്നോട് ആത്മീയമായ ഭാവനയില്ല, ഭർത്താവിൻ്റെ മനസ്സിൽ ആത്മീയമായ ഭാവനയില്ല. അതുകൊണ്ടാണ് തന്നോട് പറയാതെ അദ്ദേഹം പോയത്. ഈ ചിന്ത യശോധരയുടെ മനസ്സിനെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നു.